DIGയുടെ കാറിൻ്റെ പുറകെ ഓടിപ്പോകുന്ന ഒരു 16 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാരണം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ പെൺകുട്ടിയെ 2 ദിവസം അടുപ്പിച്ച് 6 ആൾക്കാർ ഗ്യാങ് റേപ്പ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് എഴുതാനായിട്ട് പോയപ്പോൾ ഒരു പോലീസുകാരനും കംപ്ലയിൻറ്റ് എഴുതിയില്ല. അപ്പോൾ ഈ പെൺകുട്ടി വളരെയധികം പ്രശ്നമുണ്ടാക്കി. എനിക്ക് DIG സാറിനെ കാണണമെന്ന് പറഞ്ഞ് DIG ഓഫീസിൽ പോയി. അവിടെ പോലീസുകാർ ഈ പെൺകുട്ടീനെ DIGയെ കാണാനായിട്ട് സമ്മതിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രഷർ വന്നതിൻ്റെ പേരിൽ ഈ 6ൽ 4 പേരെ അവർ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് 2 ആൾക്കാരെ പോലീസുകാർ പിന്നെ അറസ്റ്റ് ചെയ്തില്ല. പൊളിറ്റിക്കലി ഹോൾഡ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. ആ 2 പേർ പിന്നെ ഈ പെൺകുട്ടീനെ തേടി പിന്നെ റേപ്പ് ചെയ്യാനായിട്ട് പുറകെ നടക്കുമായിരുന്നു. അവരെയും ഓടി രക്ഷപ്പെട്ട് ഏറ്റവും അവസാനം DIG ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പം DIGയുടെ കാറിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടി തൻ്റെ പ്രശ്നം സാറിനോട് പറയാം എന്ന് പറഞ്ഞ് ഓടിപ്പോകുമ്പം വേറെ പോലീസുകാർ തന്നെ ഈ പെൺകുട്ടീനെ പിടിച്ച് മാറ്റുകയാണ്. വെറും 16 വയസ്സുള്ള പെൺകുട്ടി. ഇതാണ് 4th ലാർജസ്റ്റ് എക്കണോമിക് കൺട്രി ആയ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളുടെ നാട്ടിൽ ഒരു കുട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ കുറച്ച് ആൾക്കാർ റേപ്പ് ചെയ്തു എന്ന് പോലും കംപ്ലയിൻറ്റ് എഴുതാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്.